എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ നേതാക്കൾ പലതും ചർച്ച ചെയ്ത് നമ്മൾ കേട്ടു. എന്നാൽ പൊതുജനം ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് എന്താണ്? എന്തിനാണ് വോട്ട് ചെയ്യുന്നത്? അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ട് ഞങ്ങൾ വോട്ട് ചെയ്യണം? കാസർഗോഡ്, വയനാട് ജില്ലകളിലെ ജനങ്ങൾ സംസാരിക്കുന്നു. എന്തിന് വോട്ട് ചെയ്യണം? ജനശബ്ദം. ആരാണോ ഗുണം ചെയ്യുന്നത് നാടിന്, അത് നമുക്ക് അറിയാമല്ലോ. ഓരോരുത്തരും മനസ്സിലുണ്ടാവുമല്ലോ. നിങ്ങളെ മനസ്സ് എനിക്കും കാണാൻ പറ്റില്ല, എൻ്റെ നിങ്ങൾക്കും കാണാൻ പറ്റില്ല. അപ്പോൾ അതിനനുസരിച്ചിട്ട് അങ്ങോട്ട് ചെയ്യും. വികസനം നടത്തുന്ന അവർ കൂടെ നമ്മളുണ്ടാവും. അതാണ്, അല്ല പ്രത്യേക പാർട്ടി ഇല്ല. സമാധാനത്തിന് വേണ്ടിയിട്ട്, വികസനത്തിന് വേണ്ടി, സമാധാനത്തിന് വേണ്ടിയിട്ട് എല്ലാ മേഖലയിലും, സമസ്ത മേഖലയിലും എന്ന് പറയുമ്പോൾ യുവാക്കൾക്ക് പരിഗണന ഉണ്ടാകണം, തൊഴിലില്ലായ്മയ്ക്ക് പരിഹാരം ഉണ്ടാകണം. നമ്മുടെ കേരളത്തിൽ നിന്ന് വിദ്യാഭ്യാസം ഉണ്ടായിട്ടും തൊഴിലിന് വേണ്ടിയിട്ട് അന്യ സംസ്ഥാനങ്ങളെയും വിദേശ രാജ്യങ്ങളിലും ആശ്രയിക്കുന്ന യുവാക്കൾക്ക് ഇവിടെ ജോലി ചെയ്ത് ഈ നാട്ടിന് ഒരു വരുമാനമുണ്ടാകുന്ന ഒരു നല്ല ഭരണത്തിൻ്റെ അല്ലെങ്കിൽ ഭരണ സാരഥികൾ അതിന് വേണ്ടുന്ന നയങ്ങൾ രൂപീകരിച്ച് നടപ്പിലാക്കണം. നാടിൻ്റെ വികസനത്തിന് ആവശ്യം ആണ്. ഇപ്പം നല്ല വികസനമുണ്ട്. തുടരണം. ആവറേജ് തൊട്ട് അതിന് താഴെയുള്ള ആളുകൾക്ക് പണമായിട്ടും ജോലിയായിട്ടും അവർക്ക് വേണ്ട എല്ലാ കിട്ടുന്ന രീതിയിലുള്ള വികസനം, അടിസ്ഥാന വികസനം. ഭരിക്കുന്ന ആൾക്കാർ അവർക്ക് നമ്മൾ വോട്ട് ചെയ്യുന്നു. നല്ല ഭരണം. ഇനി അങ്ങോട്ട് ഈ ഭരണത്തെ തുടർന്നു പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വോട്ട് നമ്മുടെ അവകാശമാണ്, അതുകൊണ്ട് വോട്ട് ചെയ്യും. പക്ഷേ അത് നമ്മളേത് പാർട്ടിയിലല്ല, നമ്മൾ ഏത് പാർട്ടി വന്നാലും നല്ലൊരു വികസനം വേണം. വോട്ട് ചെയ്യേണ്ടത് പൊതുജനങ്ങളുടെ ഉത്തരവാദിത്വമാണ്. പ്രായപൂർത്തിയായിട്ടുള്ള ആൾക്കാർ അവരവരുടെ സുസ്ഥിരമായിട്ടുള്ള ഭരണത്തിന് വേണ്ടിയിട്ട് ജനാധിപത്യത്തിൻ്റെ ഭാഗമായിട്ട് വോട്ട് ചെയ്യണം. അതാണ് എൻ്റെ നിലപാട്. വികസനം ആര് കൊണ്ടുവരുന്നത് അവർക്ക് ഒപ്പം ആണ്. കേരളത്തിൽ ഏത് പാർട്ടിക്കായാലും വികസനം ആര് കൊണ്ടുവരുന്നു ഒപ്പം നമ്മളുണ്ടാകും. നമുക്ക് വോട്ടുണ്ട്, അത് വിട്ടു കൊടുക്കല്. ഭരിക്കാൻ ഭരിച്ചോട്ടെ, ഭരിക്കാൻ നടക്കട്ടെ എന്നതിന് അങ്ങനെ ആര് ഭരിച്ചാലും തിരക്കില്ല. നമ്മുടെ ആവശ്യം അനുസരിച്ച് അവർ ഓരോരോ ഇത് പദ്ധതി ചെയ്യുന്നുണ്ടെങ്കിൽ നല്ലവരാണെങ്കിൽ വോട്ട്. മുമ്പ് വോട്ട് ചില ആൾക്കാർ അതിനൊരു സില്ലിയാക്കിയിട്ടാണ് വിടാറ്. ഇപ്പം പക്ഷേ അങ്ങനെയല്ല. ഇപ്പോൾ വോട്ട് നമ്മൾ ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ അതിന് 4-5 വർഷം കഴിയുമ്പോൾ നമ്മൾ ഇന്ത്യയിൽ നിന്ന് തന്നെ പുറത്തു പോകാൻ സാധ്യതയുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇപ്പോഴത്തെ നിയമം അങ്ങനെയാണ്. നാടിന് നല്ല വികസനങ്ങൾ ഉണ്ടാകാനും നമ്മളെ വരും തലമുറയ്ക്ക് ജീവിക്കാനുമുള്ളൊരു ഇതിനു വേണ്ടിയാണ് ചെയ്യുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.